ഇപ്പം ഈ വീഡിയോയിൽ കാണുന്ന ഈ ചിത്രമില്ലേ, അത് പ്രണയിക്കുന്ന രണ്ടുപേരുടെ ചിത്രമല്ല. അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ഞാനത് നമ്മുടെ ChatGPT-യോട് പറഞ്ഞ് മെറ്റാ AI, അതാണ് മെറ്റാ AI-യോട് പറഞ്ഞ് ഞാൻ എടുത്ത ചിത്രമാണ്. അതിന് ഞാൻ കൊടുത്ത വാക്ക് ശാസിക്കുന്ന രണ്ടുപേര്, അതാണ് ഞാൻ കൊടുത്ത വാക്ക്, ശാസിക്കുന്ന വാക്ക്. നിങ്ങൾ നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ നീ ശാസിക്കുക, ഈ വചനം കൊടുത്തിട്ട് എനിക്ക് കിട്ടിയ ചിത്രമാണ്. നമ്മുടെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ എന്ന് പറയുമ്പോൾ ഈ ശാസന എന്ന് പറഞ്ഞാൽ അത് ഏതോ ഭയങ്കരമായ ദേഷ്യത്തോടെയും പകയോടുകൂടിയും ബഹളം വെച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണെന്നുള്ള നമ്മുടെ തെറ്റിദ്ധാരണയുണ്ടല്ലോ, അതാണ് മാറ്റേണ്ടത്. ശാസന ഇപ്പൊ ഈ വീഡിയോയിൽ ആദ്യം നിങ്ങൾ കണ്ട പിക്ചറിലെ അതുപോലെയാണ് ശാസന ചെയ്യേണ്ടത്. നമുക്ക് പറ്റിപ്പോണ വേറൊരു പ്രധാനപ്പെട്ട തെറ്റെന്ന് പറയുന്നത്, ഈ ശാസിക്കേണ്ട അവസരങ്ങളിൽ നമ്മൾ ചിലപ്പോഴൊക്കെ ശാസിക്കാതെ അങ്ങ് സ്കിപ്പ് ചെയ്തു പോകും. എന്തിനാണ് വെറുതെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ സ്കിപ്പ് ചെയ്തു പോകും. രണ്ടാമത്തെ ചില അവസരങ്ങളുണ്ടല്ലോ, ശാസിക്കാൻ വേണ്ടി നമ്മൾ അവരെ കളിയാക്കിയും കുത്തിയും വർത്താനം പറയും. അങ്ങനെ കളിയാക്കി അയ്യേടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കളിയാക്കൽ വർത്താനം. മൂന്നാമത്തതാണ് ഈ ശാസന എന്നും പറഞ്ഞ് നമ്മൾ നടത്തുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്. കേട്ടെന്ന് ഒച്ച വെച്ച് ബഹളം വെച്ച് ദുരന്തമാക്കി കളയും ശാസന എന്ന് പറയുന്ന കാര്യത്തിൽ. ഇത് മൂന്നുമല്ല ശാസന എന്ന് പറയുന്നത്. ശാസന സ്നേഹത്തോടെ ചെയ്യേണ്ട ഒരു കാര്യം. തിരുത്തല് നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. അത് ഒരാളോട് ചെയ്യണ പോലെ വേറൊരാളോട് ചെയ്യാൻ പറ്റില്ല. മൂത്ത മകളെ തിരുത്തണ പോലെ ഇളയ മകനെ തിരുത്താൻ പറ്റില്ല. ഇത് ആൺ പെൺ വ്യത്യാസം കൊണ്ടല്ല, ഈ എല്ലാവരുടെ അടുത്ത് ചിലപ്പോൾ ഒരാളുടെ അടുത്ത് പോലും ഒരു സമയത്ത് ശാസിക്കുന്ന പോലെ തിരുത്തുന്ന പോലെ അടുത്ത സമയത്ത് ചെയ്യാൻ പറ്റിയെന്ന് വരികയില്ല. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഏറ്റവും പ്രത്യേകമായിട്ട് എൻ്റെ സഹോദരങ്ങളെ ഏറ്റവും സുന്ദരമായ രീതിയിൽ ശാസിക്കാൻ, തിരുത്താൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.